പാലക്കാട് നെന്മാറ വല്ലങ്ങിൽ കാട്ടാന ഇറങ്ങി കഴിഞ്ഞ രാത്രിയിലാണ് സംഭവം. പ്രദേശത്തെ നെൽകൃഷി കാട്ടാന നശിപ്പിച്ചു. നമ്മുടെ വീട്ടിന്റെ ടോർച്ച് കറക്റ്റ് അടിക്കട്ടെ. ആന്റെ മേലേക്ക് അടിക്കണ്ട, അവിടേക്ക് അടിക്കണം. അടുത്ത് കറങ്ങണം. ചേട്ടാ കറക്റ്റ് അവന്റെ മോത്തിക്ക് അടിക്കിട്ടാ. വല്ലങ്ങി നെടുങ്ങോട് ഭാഗത്ത് രാത്രി 11 മണിയോടെയാണ് കാട്ടാന എത്തിയത്. ആതനാടുക്കളം മോഹനകൃഷ്ണന്റെ പറമ്പിലെത്തിയ ആന 30ഓളം വാഴകൾ നശിപ്പിച്ചു. ശേഷം ആന സോളാർ ഫെൻസിംഗ് തകർത്ത് വിജയരാഘവന്റെ കളത്തിലൂടെ കൃഷിയിടങ്ങളിലെത്തി. സമീപത്തെ പാറമടയിൽ ആനയുടെ സാന്നിധ്യമുള്ളതായി പ്രദേശവാസികൾ പറയുന്നുണ്ട്. നെന്മാറ വല്ലങ്ങി വേലയോടനുബന്ധിച്ച് വെടിക്കെട്ട് നടത്താറുള്ള വയലുകളിലേക്കാണ് കാട്ടാന എത്തിയത് എന്ന് പ്രദേശവാസികൾ പറയുന്നു. കൃഷിയിടത്തിലിറങ്ങിയ ആന നെൽകൃഷി നശിപ്പിച്ചു. നെന്മാറ കൊല്ലങ്കോട് വനമേഖലയിൽ നിന്നെത്തിയ കാട്ടാനയെന്നാണ് വനംവകുപ്പിന്റെ നിഗമനം. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തി ആനയെ കാടുകയറ്റിയതോടെ താൽക്കാലിക ആശ്വാസമായെങ്കിലും പ്രദേശവാസികളുടെ ആശങ്കയകന്നിട്ടില്ല. ആതനാട് മലയുടെ ചുവട്ടിലാണ് ഞങ്ങളുടെ സ്ഥലം. ആന വന്ന് 10-15 തെങ്ങിനെ നശിപ്പിച്ചിട്ടുണ്ട്. 2 ദിവസമായിട്ട് ആന വരുന്നുണ്ട്. വീട്ടിൻ്റെ പിന്നാലേക്ക് എത്തി വാഴനെയൊക്കെ നശിപ്പിച്ചു. ആന ഇല്ലെങ്കിൽ അവിടെ ചൂര് വരില്ല. ആന അവിടെ ഉണ്ട്. നമുക്ക് ഇതിനെ പറ്റിയിട്ട് നമുക്ക് നന്നായിട്ട് അറിയണമല്ലോ. അപ്പോൾ ആന അവിടെ നിന്ന് പോയിട്ടില്ല. ആന മടയിൽ തന്നെ ഉണ്ട്. 3-4 ഭാഗത്ത് അവിടെ തന്നെ പൊളിച്ചിട്ടുണ്ട്. മോഹന്റെ കാട്ടിക്ക് അവിടെ 2 ഭാഗത്ത് പൊളിച്ചിട്ടുണ്ട്. അവിടെ പിന്നെ ഈ മൂലയും അവിടെ മറ്റേ മോഹനേഷന്റെ ആ മൂലയ്ക്ക് അവനെന്നറിയോ 2 ഭാഗത്ത് കണ്ട ഇതിന് ചവിട്ടി മറിച്ചിട്ട് ഇപ്പുറത്തൂടെ വന്നിട്ട് അങ്ങനെ കാലെടുത്ത് ഇങ്ങനെ വെച്ചിട്ട് ഇതേ വന്നിട്ടാണ് ആ ചാല് അടമുറിച്ചാണ്ട് കയറി പോയിട്ടുണ്ട്. എന്നിട്ടാണ് പരിപ്പിന്റെ ഇടയ്ക്ക് കയറി. നെല്ലിയാമ്പതി മലനിരകളുടെ താഴ്വാരത്ത് സ്ഥിതി ചെയ്യുന്ന നെന്മാറ മേഖലയിൽ കാട്ടാന ഇറങ്ങുന്നത് വളരെ വിരളമാണ്. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ മേഖലയിൽ കാട്ടാനഭീതി നിലനിൽക്കുന്നുണ്ട്. വിത്തനശ്ശേരിയിൽ പലതവണ കാട്ടാനയെത്തി കൃഷിനാശം വരുത്തിയതിന് പിന്നാലെയാണ് നെന്മാറ ടൗണിനോട് ചേർന്ന് കിടക്കുന്ന വല്ലങ്ങിയിലും കാട്ടാനയുടെ സാന്നിധ്യമുണ്ടായിട്ടുള്ളത്. വരും ദിവസങ്ങളിലും ആന ജനവാസ മേഖലയിൽ എത്താനുള്ള സാധ്യത പ്രദേശവാസികളെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. UTV ന്യൂസ്, പാലക്കാട്.